ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന ചിലരുടെയൊക്കെ ലൈഫ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയാണ് ഇവർ ഇത്രയധികം കാര്യങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിക്ക് ചെയ്യണേന്ന്. അതുപോലെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റാത്തത്, ഞാൻ എന്താണ് ചെയ്യുന്ന മിസ്റ്റേക്ക് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കാറുണ്ടോ? അപ്പോൾ എല്ലാവരെ പോലെ തന്നെ അവർക്കും നമുക്കും 24 മണിക്കൂർ സമയം തന്നെ കിട്ടുന്നുള്ളൂ. എന്നിട്ടും എങ്ങനെ അവർ നല്ല പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യണു? അപ്പോൾ എന്തായാലും നമ്മൾ ചെറിയ ചില കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ നമുക്കും അവരെ പോലെ തന്നെ പ്രൊഡക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. താരതമ്യം ചെയ്യുക. നമ്മുടെ ലൈഫ് മറ്റുള്ളവരുടെ ലൈഫായിട്ട് നമ്മൾ താരതമ്യം ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ, കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ഒരിക്കലും നമുക്കൊരു സന്തോഷം കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഓരോരുത്തരുടെയും ലൈഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ വ്യത്യാസം ഉണ്ടായിരിക്കും. ഞാൻ വീട്ടമ്മയാണ്, അല്ലെങ്കിൽ ചിലർ ജോലിക്ക് പോകുന്നവരാണ്, ചിലവരുടെ വീട്ടിൽ സഹായിക്കാൻ ആളുകളുണ്ടായിരിക്കും, ചിലവരുടെ വീട്ടിൽ മെയ്ഡ് ഉണ്ടായിരിക്കും, അപ്പോൾ അവർ സഹായിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അവരുടെ റുട്ടീനും ലൈഫ് സ്റ്റൈലൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് വെച്ച് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്ത് നമ്മളതിൽ ദുഃഖിക്കാൻ പോകുമ്പോൾ നമ്മുടെ ലൈഫ് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ നമ്മളിൽ തന്നെ നമുക്കൊരു കമ്പാരിസൺ ചെയ്ത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. രണ്ടാമതായിട്ട് പ്ലാനിങ് ഇല്ലായ്മ. പലപ്പോഴും നമ്മൾ വീട്ടമ്മമാരാകുമ്പോൾ പ്രത്യേകിച്ച് പറ്റുന്നൊരു പ്രോബ്ലമാണ്. നമ്മൾ വീട്ടിലാണല്ലോ, ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ, മക്കളൊക്കെ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ കുറേ സമയം വെറുതെ ഉണ്ട്, അപ്പോൾ പിന്നെ ആയാലും ചെയ്യാം എന്ന് വിചാരിച്ച് നമ്മൾ പാത്രം കഴുകുന്നത്, വീടടിച്ചു വാരുന്നത്, തുണി കഴുകുന്നത്, ഇതെല്ലാം അങ്ങനെ പെൻഡിങ് ആയിട്ട് മാറ്റി മാറ്റി വെക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവസാനമാകുമ്പോൾ ഇതെല്ലാം കൂടി ചെയ്യാനായിട്ട് പോകുമ്പോൾ ഭയങ്കര സ്ട്രെസ്സായിരിക്കും. നമ്മൾ വീട്ടമ്മയായാൽ പോലും ചെറിയൊരു പ്ലാൻ ഒരു ബുക്കിൽ നമുക്ക് അർജൻറ്റായിട്ട് ചെയ്ത് തീർക്കേണ്ട എല്ലാ കാര്യങ്ങളും എഴുതി വെച്ച് കൃത്യമായിട്ട് അത് ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പ്ലാൻ പോലെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആവും. മൂന്നാമതായിട്ട് മറ്റുള്ളവരുടെ സഹായം ചോദിക്കാതിരിക്കുന്നത്. പലപ്പോഴും എനിക്ക് ഇങ്ങനെ മടിയാണ്, ഞാൻ ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. മൾട്ടി ടാസ്ക് ചെയ്യാനായിട്ട് സ്ത്രീകൾക്ക് ഒരു പ്രത്യേക കഴിവാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര എക്സ്പേർട്ടാണ്, നമുക്ക് ഇത്ര ടൈം കൊണ്ട് ഇത്ര കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, മറ്റുള്ളവരുടെ സഹായം നമുക്ക് ആവശ്യമില്ലല്ലോ എന്ന്. പക്ഷേ ഒരു വീടെന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ്. വീട്ടിലെല്ലാവരും കൂടി ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഒരു ടീം എഫേർട്ട് ആവുന്നത്. അല്ലെങ്കിൽ നാളെ കുറേ കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ക്ഷീണം വരുന്ന സമയത്തും നമ്മളിത് ഒറ്റയ്ക്ക് ചെയ്യാതെ പറ്റാത്തൊരവസ്ഥയാവും. കാരണം നമ്മൾ ആരുടെയും ഹെൽപ്പ് ആദ്യമേ ചോദിച്ചിട്ടില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ ജോലികൾ മക്കളെയും ഹസ്ബൻഡിനെയും ഏൽപ്പിക്കുകയും, നമുക്കറിയുന്ന ജോലി ആയിക്കോട്ടെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ചെയ്യുന്ന പോലെ ചെയ്യട്ടെ, നമ്മളത് അവരെ ഏൽപ്പിക്കുമ്പോൾ നമ്മുടെ പണി കുറച്ച് കുറയും, നമുക്ക് സ്ട്രെസ്സും കുറയും. നാളെ ഒരു ആവശ്യം വന്നാൽ അവരും ആ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും. വീട്ടിലെ പണികളെല്ലാം ഒരു ടീം വർക്കാണെന്ന് മറക്കരുത്. നാലാമതായിട്ട് ജോലികൾ മാറ്റി വയ്ക്കുന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മളോട് എപ്പോഴും പറയുന്നൊരു വാചകമാണ് മടിയൻ മല ചുമക്കും എന്നല്ലേ. നമ്മൾ എത്രത്തോളം മടി പിടിക്കുന്നു അത്രത്തോളം ആ ജോലികൾ നമ്മൾ മാറ്റി വെക്കുന്നതോറും ഒരു മല പോലെ ഇങ്ങനെ വലുതായി വരും. പിന്നെ അത് തീർക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. കുറച്ച് ഉണ്ടായിരിക്കുമ്പോൾ ചെയ്യാൻ ഈസിയാണ്. പലപ്പോഴും നമ്മൾ വൈകുന്നേരമൊക്കെ എടുക്കുന്നതിന് മുൻപ് പാത്രങ്ങൾ കഴുകാൻ മടി തോന്നി നമുക്കിതോട് വയ്ക്കാൻ നാളെ ആവട്ടെ എന്ന് വിചാരിക്കും. നാളെ രാവിലെ പാചകം ചെയ്യാൻ വരുമ്പോഴാവും ഒരു കുന്ന് പാത്രം കഴുകിയിട്ട് വേണം പണികൾ തുടങ്ങാൻ. തുണികൾ വാഷ് ചെയ്യാതെ കൂട്ടി വെച്ച് കഴിയുമ്പോൾ അതൊരു ലോഡ് തുണിയാവും. പിന്നെ അത് കഴുകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നേക്ക് നമ്മൾ എളുപ്പപ്പണിക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നത് പിന്നീട് വലിയൊരു പണിയായിട്ട് മാറും. അപ്പോൾ ചെറിയ ടൈം എടുത്ത് ചെയ്യാൻ പറ്റുന്ന ജോലികൾ അപ്പോൾ ചെയ്ത് തീർക്കുകയാണെങ്കിൽ നമുക്ക് അത്ര ലോഡ് വരില്ല. അതിനെന്താ ചെയ്യണമെന്ന് വെച്ചാൽ 2 മിനിറ്റിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലികളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്താൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. അഞ്ചാമതായിട്ട് കൃത്യമായ രീതിയിൽ ഭക്ഷണവും വെള്ളവും കുടിക്കാതിരിക്കുന്നത്. പണ്ടൊക്കെ എനിക്ക് രാവിലെ ഭക്ഷണം കഴിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര മടിയായിരുന്നു. ഞാൻ മക്കളൊക്കെ പോയി കുറേ ലേറ്റായിട്ടാണ് രാവിലത്തെ ഭക്ഷണം കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്കത്തെ ഭക്ഷണം കഴിക്കാറാകുമ്പോഴേക്കും എനിക്ക് അത്ര വിശപ്പ് തോന്നാറില്ല. പിന്നീട് 4 മണിയാകുമ്പോഴേക്കും നന്നായിട്ട് വിശപ്പ് തോന്നുകയും ഞാൻ മറ്റ് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ സ്നാക്സ് കഴിക്കുക, അതൊരു ഹാബിറ്റായിട്ട് മാറി. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഭക്ഷണ രീതി ഒട്ടും തന്നെ കറക്റ്റ് ആവുന്നില്ല. അതോടൊപ്പം തന്നെ വെള്ളം കുടിക്കാനുള്ള മടി, പണികൾ ചെയ്യണ തിരക്കിൽ വെള്ളം കുടിക്കുന്ന കാര്യം ഞാൻ അങ്ങനെ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ് എഫക്റ്റ് ചെയ്യണത്. ആ സമയത്ത് തുടക്കത്തിൽ അത്ര തോന്നില്ലെങ്കിലും പിന്നീട് നമ്മുടെ എനർജി കുറയുകയും നമുക്ക് ക്ഷീണം വരികയും മറ്റു പല അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക നമ്മൾ ഫോളോ ചെയ്തിരുന്നത് ഒട്ടും ശരിയല്ല എന്ന്. അതുകൊണ്ട് പ്രഭാത ഭക്ഷണം മറക്കാതെ ടൈമിന് കഴിക്കാനായിട്ടും ഉച്ചയ്ക്കത്തെ ലഞ്ചും ഡിന്നറും ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നത് നിങ്ങൾ മറന്നു പോകുന്നുണ്ടെങ്കിൽ ഒരു ബോട്ടിലിൽ വെള്ളം ഫില്ല് ചെയ്ത് ഉച്ചവരെ ആ ബോട്ടിലിലെ വെള്ളം കുടിച്ച് തീർക്കുക. അതിനുശേഷം അടുത്ത ബോട്ടിൽ ഒന്നും കൂടി ഫില്ല് ചെയ്യുക. അതൊരു 8 മണിക്കുള്ളിൽ വെള്ളം കുടിച്ച് തീർക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനെ വെള്ളം ബോട്ടിലിൽ വെച്ച് കുടിക്കുമ്പോൾ നമുക്കത് ട്രാക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. ജസ്റ്റ് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ നമുക്ക് എത്ര ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചൊന്ന് പെട്ടെന്ന് അങ്ങനെ ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ വെള്ളം കുടിക്കുകയും കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എനർജിയോട് കൂടി കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആറാമതായിട്ട് ഇടവേളകളില്ലാത്ത ജോലി. നമ്മുടെ വീട്ടിലെ ജോലികളുടെ ഒരു പ്രത്യേകത
അവിടെ നമ്മൾ എവിടെ തിരിഞ്ഞാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയും കിച്ചണിലേക്ക് കയറി കിട്ടിയാൽ മതി, പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല എന്ന്. നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്താവും ഒരു പാത്രം കൂടി സിങ്കിൽ വാഷ് ചെയ്യാനായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ അത് കഴുകാനായിട്ട് നിൽക്കുമ്പോൾ വേറെ എന്തെങ്കിലും പണി കാണും. വീട്ടിലെ ജോലികൾ അങ്ങനെയാണ്, എത്ര എടുത്താലും തീരാത്തധികം ജോലികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റെസ്റ്റ് എടുക്കാൻ മറന്നു. റെസ്റ്റ് എടുക്കാനായിട്ടിരിക്കും, അപ്പോൾ പലപ്പോഴും ഫോൺ നോക്കിയിരിക്കലാവും പതിവ്. അങ്ങനെയല്ലാതെ ഒരു 10 മിനിറ്റ് സമയം ഫോണൊന്നും ഇല്ലാതെ മിണ്ടാതെ കുറച്ച് നേരം പുറത്ത് പോയി സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് ടൈം കണ്ടെത്തുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ചും കൂടി എനർജറ്റിക് ആവും. നമ്മുടെ ബോഡിക്കും എന്തുകൊണ്ടും നല്ലതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യുമ്പോൾ നമുക്ക് കുറേ കഴിയുമ്പോഴേക്കും മടുപ്പാവും, പിന്നെ ഒറ്റ ദിവസം ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല. 7ാമതായിട്ട് ശരിയായ റുട്ടീൻ ഇല്ലായ്മ. ചിലർക്ക് എങ്ങനെ റുട്ടീൻ സെറ്റ് ചെയ്യണം ഇതൊക്കെ ആകെ കൺഫ്യൂഷനാണ്. അതുകൊണ്ട് രാവിലെ എപ്പോഴും എഴുന്നേക്കണമെന്നോ എപ്പോൾ ഏത് കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒരു ടൈമിങ്ങോ പ്ലാനിങ്ങോ ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞു പോകുന്ന അറിയില്ല. കുറേ ജോലി ചെയ്തു, എന്നാലോ ഒന്നും ഇട്ട് പ്രോപ്പറായിട്ട് തീർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് മാച്ചായ റുട്ടീൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഒരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കുറച്ച് നേരം എനിക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാൻ കിച്ചണിൽ പോയി കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മക്കൾ ക്ലാസ്സിൽ പോയി കഴിഞ്ഞാൽ ഇത്തിരി റെസ്റ്റ് എടുത്ത ശേഷം വീടിൻ്റെ ക്ലീനിങ് പണികൾ, കാര്യങ്ങൾ, തുണികൾ വാഷിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ വൈകിട്ടാകുമ്പോഴേക്കും ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈമും നമുക്ക് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെ നല്ലൊരു റുട്ടീൻ നമുക്ക് പറ്റുന്ന പോലെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. 8ാമതായിട്ട് സ്മാർട്ട് വീക്ക്ലി പ്ലാൻ. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മുടെ ഒരു വീക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം കണ്ടെത്തണം. ആ ഒരാഴ്ചയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നു, അതോടൊപ്പം തന്നെ ആ ഒരാഴ്ചയിൽ എന്തൊക്കെയാണ് നമ്മൾ ഭക്ഷണം വെക്കേണ്ടത്, ആ ഒരു ആഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീടൊന്ന് സെറ്റാക്കി ഇടുക. അതോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു റൂം ഡീപ്പ് ക്ലീൻ ചെയ്യുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഒരാഴ്ചയ്ക്ക് വേണ്ടിയുള്ള പ്ലാൻ ചെയ്യാനായിട്ട് സമയം കണ്ടെത്തുക. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ അധികം കുറേ ആലോചിക്കേണ്ട കാര്യം വരില്ല. നമുക്ക് കുറച്ച് അതായത് ടെൻഷൻ ഉണ്ടാവും ഒരാഴ്ചയിൽ, പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ള ടെൻഷൻ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. 9ാമത്തെ ടിപ്പ്, എല്ലാത്തിലും പെർഫെക്ഷൻ വേണമെന്നുള്ള നമ്മുടെ വാശി. അത് നമ്മുടെ വീടായിരിക്കും, നമ്മളെ ആയിരിക്കും, നമ്മുടെ മക്കൾ കറക്റ്റായിട്ട് ഇരിക്കണം. അങ്ങനെയുള്ള വാശി വരുമ്പോൾ എന്താണ്, മറ്റുള്ളവർക്കും നമുക്കും സ്ട്രെസ് ഉണ്ടാക്കാൻ ഒരു കാരണമാവും. ചിലപ്പോൾ ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ വീട് അത്ര ഭംഗിയായിട്ട് കിടക്കണമെന്നില്ല. ചിലപ്പോൾ അന്നത്തെ സാഹചര്യം കൊണ്ടാവും. നമുക്ക് ചിലപ്പോൾ സുഖമില്ലാണ്ടിരുന്നിട്ടുണ്ടാവും. നമുക്ക് വീട് പൊതുക്കാൻ പറ്റിയെന്ന് വരില്ല. നമ്മളെല്ലാ ദിവസവും പെർഫെക്റ്റ് ആയിട്ട് വെക്കുന്ന ദിവസം ചിലപ്പോൾ ആരും വന്നൊന്നും വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറായിട്ട് അതിനെക്കുറിച്ച് ആലോചിക്കാതെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഏതെങ്കിലും ദിവസം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആ ടെൻഷൻ അടിക്കാതെ വിട്ട് കളയുക. ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ വെക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നിരാശയാണ് ഉണ്ടായിരിക്കുക. 10ാമതായിട്ട് നമ്മളെ മനസ്സിലാക്കാനും നമ്മുടെ ബോഡിയെ മനസ്സിലാക്കിയിട്ടും വേണം നമ്മുടെ റുട്ടീൻ നമ്മൾ ഉണ്ടാക്കാൻ. അതുകൊണ്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ചിലവർക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലർക്ക് വയ്യായികൾ വരാറുണ്ടാവാം, രാവിലെ ഒരുപാട് നേരത്തേക്ക് എഴുന്നേൽക്കും, അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അതുപോലെ ചിലവർക്ക് വൈകിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനർജി. അപ്പോൾ അങ്ങനെയുള്ളവർ അവരുടെ ബോഡിക്ക് സൂട്ടബിളായ രീതിയിൽ വേണം റുട്ടീൻ സെറ്റ് ചെയ്യാൻ. അല്ലാതെ എല്ലാവരും 4 മണിക്ക് എഴുന്നേൽക്കുന്നു, എല്ലാവരും 5 മണിക്ക് എഴുന്നേൽക്കുന്നു, അപ്പോൾ ഞാനും 5 മണിക്ക് എഴുന്നേറ്റില്ലെങ്കിൽ ശരിയാവില്ലല്ലോ, അങ്ങനെ റുട്ടീൻ ചെയ്താലാണ് പെർഫെക്റ്റ് ആവുള്ളൂ എന്ന് ഒരിക്കലും ചിന്തിക്കേണ്ട. ഇപ്പോൾ നിങ്ങൾ രാവിലെ 7 മണിക്ക് എഴുന്നേറ്റിട്ട് നിങ്ങളുടെ ജോലികൾ ചെയ്ത് തീരുന്നുണ്ടെങ്കിൽ അത് മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റിട്ടാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ഓരോരുത്തരുടെയും വീട്ടിലെ സാഹചര്യം നമ്മുടെ ശാരീരിക അവസ്ഥയും വെച്ചിട്ടാണ് നമ്മുടെ റുട്ടീൻ സെറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നോക്കേണ്ടത് ആകെ ഇത്രയേ ഉള്ളൂ. ടെൻഷനും സ്ട്രെസ് ഇല്ലാതെ എങ്ങനെ ഒരു ദിവസം കൊണ്ടുപോകാം, അതിന് ഞാൻ എങ്ങനെയാണ് എൻ്റെ ടൈം പ്ലാൻ ചെയ്യേണ്ടത്, രാവിലെ എങ്ങനെ എഴുന്നേൽക്കണം, വൈകുന്നേരം എപ്പോൾ എടുക്കണം, അതിൻ്റെ ഇടയിൽ എങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കണം. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഒരാളുടെ റുട്ടീൻ കണ്ടിട്ടോ അല്ലെങ്കിൽ നമ്മൾ ടൈമിംഗ് വിചാരിച്ചിട്ട് ചെയ്യണേൽ ഉപരിയായിട്ട് നമ്മളെ മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. 11ാമത്തെ ടിപ്പ്, ഇത് നിങ്ങളുടെ ലൈഫാണ്. നിങ്ങളുടെ ലൈഫിലെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. എനിക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റുള്ളൂ. പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇന്ന് ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് എന്തൊക്കെയാണ് എനിക്ക് ചെയ്യേണ്ട ജോലികൾ, എൻ്റെ വീട്ടിൽ എന്തൊക്കെ ജോലികൾ എനിക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പ്രായമായൊരു വീട്ടിലുണ്ടാകുമ്പോൾ അവർക്ക് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. കുട്ടികളുണ്ടാകുമ്പോൾ ചിലപ്പോൾ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യം നമുക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സമയം വേസ്റ്റാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് കൂടി നോട്ട് ചെയ്ത് വെച്ച് ഇതെല്ലാം വിലയിരുത്തി ഒരു സിമ്പിളായിട്ടുള്ള റുട്ടീൻ നമ്മൾ എഴുതിയെടുത്തിട്ട് അത് കുറച്ചീശെ ഫോളോ ചെയ്യാൻ തുടങ്ങാം. പതുക്കെ ഫോളോ ചെയ്ത് വരുമ്പോൾ നമുക്കതൊരു ഹാബിറ്റാവും. പിന്നീട് അതൊരു ഫ്ലോ പോലെയാവും. അതായത് ഇത്ര മണിക്ക് ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നു. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഒരു ടൈമിങ് വരുമ്പോൾ കൃത്യമായിട്ട് ആ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളത് ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു റുട്ടീനോ അല്ലെങ്കിൽ ടൈമിംഗ് ഇല്ലാതാവുമ്പോൾ എന്താണ്, നമ്മൾ ഈ ജോലികളെല്ലാം മാറ്റി പെൻഡിങ് ആക്കി വെച്ച് ഒരു ദിവസത്തിൻ്റെ വൈകിട്ടാവുമ്പോഴേക്കും ഒരുപാട് ജോലി പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. സിങ്കിൽ പാത്രങ്ങൾ വാഷ് ചെയ്യാതെ കിടക്കുന്നുണ്ടാവും. വാഷിംഗ് മെഷീനിൽ തുണികൾ നമ്മൾ കഴുകിയിട്ട് അതിൽ അവിടെ പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. വീട് വൃത്തിയാക്കിയിട്ടുണ്ടാവില്ല. പാചകം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളെ തന്നെ കെയർ ചെയ്യാൻ സമയം കണ്ടെത്തിയിട്ടുണ്ടാവില്ല.
അപ്പോൾ ഒരു റൊട്ടീൻ ഉണ്ടാവുമ്പോൾ നമ്മുടെ ആ വീട്ടിലെ കാര്യങ്ങൾക്കൊരു പ്ലാനിങ്ങും ഒരു ഫ്ലോ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യനിഷ്ഠമായിട്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടി നമുക്ക് പറ്റും. നിങ്ങളുടെ സമയം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ എല്ലാവരെ പോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിലെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അതോടൊപ്പം തന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും എൻ്റെ ദിവസത്തിന് അത് എത്രത്തോളം എഫക്റ്റ് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിക്ക് നമ്മുടെ സമയം പ്രയോജനപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാനും സമയം കിട്ടും, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്കും ടൈം മാറ്റി വയ്ക്കാനായിട്ട് പറ്റും. ഇതുപോലെ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് വേണ്ടി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാവുന്നതാണ്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതൊരിക്കൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.